മക്കളെ, നമ്മൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കൻ പകുതി എടുത്ത് നമ്മൾ എന്താക്കി കറി വെച്ച് നാളത്തേക്ക് പകുതി എടുത്ത് പൊരിച്ചു. പിന്നെ നൂഡിൽസ് നമ്മൾ വേവിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി തക്കാളി, സവാള, ക്യാരറ്റ് ഇത്രയും ഇട്ടിട്ട് ഇപ്പോൾ ഒരു പിടുത്തമുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഇനി നമുക്ക് കുറച്ച് സവാള ഇടാം. ഇതൊന്ന് വാടിയാൽ മതി കേട്ടോ. ചിക്കൻ കറിക്കൊക്കെ വയ്ക്കുമ്പോൾ അത്ര വാടണ്ട, ഒരു ശകലം. അപ്പം നിങ്ങൾ ചോദിക്കും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ വേണ്ടത്. വേണ്ട, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് മക്കളെ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം, നന്നായിട്ട് ഒന്ന് വാട്ടിപ്പറക്കി എടുക്കണം. ഓക്കെ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്യാരറ്റും കൂടി ഇടാം കേട്ടോ. പിന്നെ നമ്മളിവിടെ എരി വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ മനുഷ്യന് അങ്ങനെ കഴിക്കാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ മസാലയൊന്നും ചേർക്കൂല കേട്ടോ. നമ്മൾ ചിക്കനിൽ ഇട്ടയക്കുന്ന ഈ ഒരു മസാല മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലെന്തായിരിക്കും നമ്മൾ ചേർക്കുക, വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഇതിങ്ങനെ വാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ മാഗിയിലും ഉപ്പിട്ടിട്ടുണ്ട്, ഈ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും സാധനത്തിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് നമ്മൾ ഇട്ടാൽ മതി. ഓക്കെ. ഇനി നമ്മളിതിനെ ഒന്ന് തത്തി പൊത്തി ഒന്ന് വേവിക്കാം. പക്ഷേ നിങ്ങൾ ആരും കരുതണ്ട, ഇതൊന്നും എൻ്റെ മക്കളുടെ വയറ്റിൽ പോവില്ല. ഇതെല്ലാം സൈഡിൽ ഒതുക്കി വെച്ചിട്ട് മാഗിയും ചിക്കനും മാത്രം തിന്നും. അതാണ് എൻ്റെ മക്കൾ. അപ്പോൾ ഇതൊന്ന് പൊത്തി ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്ത് കേട്ടോ. വെന്തെന്ന് പറഞ്ഞാൽ ഇത്ര മതി, മാഗിക്ക് നമുക്ക് ഇത്ര മതിയേ. ഇനി നമ്മളിതിൽ എന്താണ് ചേർക്കാൻ പോകുന്നതെന്നറിയാമോ? എടുത്തോ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എടുത്തോളൂ. ടൊമാറ്റോ സോസ്. മതി. സോയാ സോസ് കുറച്ച് മതിയേ. ഇത് ടൊമാറ്റോ സോസ്, ഇത് സോയാ സോസ്. മതി, കുറച്ച് മതി. കാരണം അതിനൊരു കടുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കുറച്ച് മതി. ഇതാണ് നമ്മുടെ മാഗിയുടെ മസാല. അത് കിട്ടും. ഇനി പച്ചമുളക്, ഗ്രീൻ ചില്ലി സോസ് കുറച്ച് പൊട്ടിച്ചിട്ടില്ല. എങ്ങനെ, ഗ്രീൻ ചില്ലി സോസ് കുറച്ച് മതി, എരിയാവും. അപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാഗിയുടെ മസാല. ചിക്കൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊരിച്ച് മാറ്റി വെച്ചിരിക്കണം. ഈ പൊരിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് കിണ്ടിയിലാവും. ഇത് നമ്മൾ നന്നായിട്ട് ആ ഗ്രേവിയുടെ കൂടെയൊക്കെ ഇട്ട് അങ്ങോട്ട് വേരകി, എന്നിട്ട് ഇത് പിടിച്ചോ. മെയിൻ പാർട്ട് എൻ്റെ മക്കളെ, ഇപ്പം ഇതിൻ്റെ ഒരു സ്വഭാവം മാറുന്ന ഒരു കോലമുണ്ട്. ഇതിനെ നമ്മൾ ഇതിലോട്ട് ഇട്ട് ഇങ്ങനെ, ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. അയ്യോ, കുറച്ച് എണ്ണയൊന്നും വേണ്ട. ഞാൻ ഈ ലക്കടി കുറച്ചൊരു ഇത് എണ്ണ ഉപയോഗിച്ച് കാരണം അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട്. എണ്ണയൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. കാരണം ഈ സോസിലൊക്കെ ഒരു വിഴുവിഴുപ്പുണ്ടല്ലോ, അത് മതി. നമ്മുടെ വീട്ടിലെ മസാല എങ്ങനെ ഉണ്ടെന്ന് നോക്കാം മക്കളെ. ആ സാധനം വെച്ച് കിണ്ടി കഴിഞ്ഞ് മസാല വരുത്താൻ നമ്മൾ കുറച്ച് പാടുപെടണം.
പക്ഷെ ഇതെല്ലായിടത്തും ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഓ എന്താ മുന്നേ രസം എന്നറിയാവോ. വായിൽ വെള്ളം നേറുന്നു, നിന്റെ വായിൽ വെള്ളം വരുന്നു. ഇത് ഹവ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് സാധനം വാങ്ങിച്ചത്. പക്ഷേ എന്നെ ഉണ്ടാക്കാൻ ഞാൻ വിട്ടില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ അടുക്കള How യുദ്ധക്കളമായി. dare you? How dare you accuse me of doing something like that? അത് സായിപ്പാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? CBSE അല്ലല്ലേ. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് ഇങ്ങനെ ഇംഗ്ലീഷുകാരെ പോലെ ഒന്നും നീ ഇംഗ്ലീഷ് സംസാരിക്കരുതേ. അടി. നമ്മൾ സാധാരണ പാവപ്പെട്ടവന്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. ചിലവരുടെ പേരൻസ് പറയും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് വേണം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ. എൻ്റെ വീട്ടിൽ അത് ഉപയോഗിക്കാനേ പറ്റൂല. എന്ത് ചെയ്യാൻ? കുറെ എണ്ണത്തിന് ബുദ്ധിയില്ല. ഇങ്ങോട്ടും ഒക്കെ പോകുന്നടേ. കണ്ട, ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും കൂടി അതിൻ്റെ മസാലയൊക്കെ കൂടി അങ്ങോട്ട് ആക്കി കുഴച്ച് പിടിപ്പിക്കാം. ഇത്രേ ഉള്ളൂ, ഇത്രേൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ എൻ്റെ മോള് അടുക്കള പണിയാക്കൂന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും പണിയായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മോള് പണിയുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടം മൊത്തവും മസാലകൾ തട്ടിയിട്ടത് അത് വൃത്തിയാക്കിയത് ഞാൻ. കൊള്ളാം, ചതി, വൻ ചതി. ഞാൻ ഉമ്മാൻ്റെ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ സഹായിക്കാൻ പോലും വിട്ടില്ല. ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാൻ ഉണ്ടാക്കി തരും, നിങ്ങൾ ഇരുന്ന് തിന്നാൽ മതി. ഞാൻ പഠിക്കണ്ടേ? ഇതൊക്കെ നമുക്ക് മക്കളെ, ഉണ്ടാക്കണ്ടേ? നിങ്ങൾക്കാണ് ആദ്യം ചിക്കനുണ്ട്. ഇതാക്കണ്ട, ചിക്കനൊക്കെ ഇങ്ങനെ കിടക്കും മക്കളെ. ഇത് മസാല ഇല്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട, അത് ഭയങ്കര ഒടുക്കത്തെ ടേസ്റ്റാണ്. കണ്ട, ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്കിങ്ങനെ അറിയാവൂ. ഓക്കെ, കണ്ട മോനെ, ചിക്കനൊക്കെ കണ്ട മോനെ. ഓക്കെ, അപ്പോൾ എനിക്ക് ജിമ്മിൽ പോകാൻ സമയമായി. ബൈ ബൈ. നാളെ സൈനിങ് ഔട്ട്.